SSC, PSC, റെയിൽവേ തുടങ്ങിയ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇത് പഠിക്കാൻ എളുപ്പമാക്കുന്ന രീതിയിൽ PYQ ഡിസ്കഷൻ സീരീസുമായി ഡോട്ട്സ് അക്കാഡമി നിങ്ങളുടെ മുന്നിലെത്തുന്നു. First question, the climate of a place is not affected by which of the following? Relief, type of soil, location, distance to the sea. ഒന്ന് റിലീഫ്. എന്താ റിലീഫ് എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ, ആ റീജിയൻ്റെ ഫോർ എക്സാമ്പിൾ മൗണ്ടൈനസ് റീജിയൻ ആകാം, അല്ലെങ്കിൽ അവിടുത്തെ പ്ലെയിൻ ആകാം, അല്ലെങ്കിൽ പ്ലേറ്റോസ് ആകാം, അല്ലെങ്കിൽ സിയോടുള്ള പ്രോക്സിമിറ്റി ആകാം. ഇതൊക്കെയാണ് ആ റീജിയൻ്റെ റിലീഫ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും റിലീഫ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ റീജിയൻ്റെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ ടൈപ്പ് ഓഫ് സോയിൽ, അതിന് മുമ്പ് മറ്റു ഓപ്ഷൻ നോക്കാം. ലൊക്കേഷൻ തീർച്ചയായിട്ടും ഫോർ എക്സാമ്പിൾ റീജിയൻ ട്രോപ്പിക്കൽ റീജിയനിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ടെമ്പറേറ്റ് റീജിയനിലാണെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. പോളാർ റീജിയനാണെങ്കിൽ ഫ്രിജിഡ് സോൺ ആയിരിക്കും. അപ്പോൾ ലൊക്കേഷൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നെക്സ്റ്റ് ഡിസ്റ്റൻസ് ടു ദ സീ. നമുക്കറിയാം കോസ്റ്റൽ സൈഡിനോടും സീയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് അറിയപ്പെടുന്നത്. ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറൊക്കെ വളരെ കുറവായിരിക്കും. എന്നാൽ കടലിൽ നിന്ന് അകന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ക്ലൈമറ്റ് എക്സ്ട്രീമിറ്റീസ് കാണപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഇൻ ദ സീയും ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടൈപ്പ് ഓഫ് സോയിൽ. വിച്ച് സ്പീഷീസ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ലിപ്ഡ് പേൾ ഓയിസ്റ്റർ ഫൗണ്ട് ഇൻ ദ ഇൻഡോ പസഫിക് വിത്തിൻ ട്രോപ്പിക്കൽ കോറൽ റീഫ്സ്? Aplysia dactylomela, Dendalium neohexagonum, Chaetoplura apiculata, Pinctada margaritifera. ആൻസർ വന്നിരിക്കുന്നത് പിങ്ചാഡ മാർഗരിറ്റിഫെറ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ നോക്കി പോകാം. ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കാനുള്ള കാര്യം, അപ്ലീഷ്യ ഡാക്ടിലോമേല എന്ന് പറയുന്ന സ്പീഷീസ് നോൺ ആസ് സ്പോട്ടഡ് സീ ഹെയർ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. സ്പോട്ടഡ് സീ ഹെയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചോദിക്കാൻ പരീക്ഷയ്ക്ക്. നെക്സ്റ്റ് ഡെൻറ്റാലിയൻ നിയോഹെക്സാഗോണം നോൺ ആസ് 6-sided ടസ്ക് ഷെൽ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ കെറ്റോപ്ലൂറ ആപ്പിക്കുലേറ്റ നോൺ ആസ് ദ ഈസ്റ്റേൺ ബീഡഡ് കെയ്റ്റൻ എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പം ഈസ്റ്റേൺ ബീഡഡ് കെയ്റ്റൻ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ഇനിയും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. Which physical feature of India prevents the cold winds from Central Asia from entering the Indian subcontinents? ഓക്കെ, ഇപ്പോൾ ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള ശക്തമായ കോൾഡ് വിൻഡിനെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ കയറ്റുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന ജോഗ്രഫിക്കൽ ഫീച്ചർ ഏതാണ്? നമുക്ക് ഉത്തരം വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഹിമാലയാസ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ പ്ലെയിൻസ് ദെൻ കോസ്റ്റൽ ഏരിയ ഹിമാലയാസ്. ഓപ്ഷൻ വന്നിരിക്കുന്നത് ഹിമാലയാസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the main cause of land degradation in Jharkhand and Chhattisgarh? ജാർഖണ്ഡ് എന്ന പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാവുന്നത് ദ മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് ചോട്ടാ നാഗപൂർ പ്ലേറ്റോ അതിൻ്റെ മാക്സിമം ഏരിയ കവർ ചെയ്യുന്നത് ജാർഖണ്ഡ് സംസ്ഥാനത്താണ്. അപ്പോൾ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും പ്ലേറ്റോസ് ആണ്. ചോട്ടാ നാഗപൂർ പ്ലേറ്റോൻ്റെ എക്സ്റ്റൻഷൻസ് ഛത്തീസ്ഗഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ റീജിയനിലൊക്കെ ശക്തമായ മൈനിങ് നടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ മൈനിങ് ആണ് പ്രധാനമായിട്ടും അവിടെ ലാൻഡ് ഡീഗ്രഡേഷന് കാരണമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റൻസീവ് യൂസ് ഓഫ് മാനുവർ അല്ല, ഓവർ ഇറിഗേഷൻ അല്ല, ഡീഫോറസ്റ്റേഷൻ ഡ്യൂ ടു മൈനിങ് ആൻഡ് ഓവർ ഗ്രേസിങ്. ആൻസർ ഏതാണ്? ഡീഫോറസ്റ്റേഷൻ ഡ്യൂ ടു മൈനിങ് ആണ് ശരിക്കും ഈ റീജിയൻസിലെ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് റീജിയനിലെ ലാൻഡ് ഡിഗ്രഡേഷന് പ്രധാനപ്പെട്ട കാരണം. Next question, as of 2021, which is the world's largest drainage basin with an area about അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന വേൾഡിലെ ലാർജസ്റ്റ് ഡ്രെയിനേജ് ബേസിൻ ഏതാണെന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ റിവറിൻ്റെ ബേസിൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രെയിനേജ് ബേസിൻ. സോ ലാർജസ്റ്റ് ഡ്രെയിനേജ് ബേസിൻ ആമസോൺ ബേസിൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, in which of the following states is the development of rail transport less due to its geographical conditions? ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ്സിൻ്റെ കുറിച്ച് നല്ല ധാരണയുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. കാരണം ഹരിയാന, ബീഹാർ, ഉത്തർപ്രദേശ് ഇത് മൂന്നും പ്ലെയിൻസിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പ്ലെയിൻസിൽ റെയിൽ നാവിഗേഷന് യാതൊരു വിധമായ ബുദ്ധിമുട്ടും നോർമലി അനുഭവപ്പെടാറില്ല. പിന്നെ ഹിൽ ഏരിയാസിൽ മാത്രമാണ് കാര്യമായ രീതിയിൽ റെയിൽ നാവിഗേഷന് ബുദ്ധിമുട്ടുള്ളത്. എന്നാൽ ഇവിടെ തന്നിരിക്കുന്നത് ഹിൽ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത് പ്രധാനമായിട്ടും സിക്കിം ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പം ഓർത്തിരിക്കാൻ നിങ്ങൾ ലോജിക്കും കൂടെ അപ്ലൈ ചെയ്യുക. ജോഗ്രഫിയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാകണം. അതിൻ്റെ കൂട്ടത്തിൽ നല്ല ലോജിക് കൂടെ അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നെക്സ്റ്റ്, എബണി മഹാഗണി ട്രീസ് ആർ ഫൗണ്ട് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്? ഇത് നിങ്ങൾ MTSൻ്റെ ഡിസ്കഷൻ നോക്കിയാലും കഴിഞ്ഞ 2023 CGL നോക്കിയാലും 2022 CGL നോക്കിയാലും ഒക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും കാണാറുണ്ട്. ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ സംബന്ധിച്ച അല്ലെ ഇന്ന ട്രീ എവിടെ കാണപ്പെടുന്നു എന്നിട്ട് സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ
ഡിസ്കഷൻസ് എല്ലാം കാണുക. തീർച്ചയായിട്ടും അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. നിങ്ങളുടെ നോളജിനെ റീചെക്ക് ചെയ്യാനും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ലിങ്കുകൾ, അതായത് ചെറിയ ചെറിയ പോയിന്റ്സ് റീകളക്ട് ചെയ്യാനും ഒക്കെ തീർച്ചയായിട്ടും ആ വീഡിയോ സഹായിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എബണി ആൻഡ് മെഹാഗണി ട്രീസ് ആർ ഫൗണ്ട് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്? മാംഗ്രോവ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, മൗണ്ടൈൻ ഫോറസ്റ്റ്. നമുക്ക് എബോണി മഹാഗണി എന്ന് പറയുന്നത് തന്നെ അത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ട്രീസ് ആണ്. ഓക്കെ, ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. എന്നിരുന്നാലും നമുക്ക് ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റിലും അല്ലെങ്കിൽ മൗണ്ടൈൻ ഫോറസ്റ്റിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സ്പീഷീസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിപ്പോകാം. ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ്, ഇല പൊഴിയുന്ന മരങ്ങളാണ് ടീക്ക്, സാൽ, സാൻഡൽവുഡ്, നീം, പൈപ്പിൾ ഒക്കെയാണ് ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റിൽ കാണപ്പെടുന്നത്. മൗണ്ടൈൻ ഫോറസ്റ്റ്, അതായത് മൗണ്ടൈൻ റീജിയനിൽ ഓൾട്ടിറ്റ്യൂഡ് കൂടിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫോറസ്റ്റാണ് മൗണ്ടൈൻ ഫോറസ്റ്റ്. ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കൂടിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ട്രീസ് ആണ് ഓക്ക്, റോഡോഡെൻഡ്രോൺ, പൈൻ, സ്പ്രൂസ്, ഫിർ, സെഡാർ, ദിയോദാർ തുടങ്ങിയ ട്രീസ് ഒക്കെയും മൗണ്ടൈൻ ഫോറസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നമുക്കറിയാം മാംഗ്രോവ് ഫോറസ്റ്റിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ സുന്ദർബൻ ഫോറസ്റ്റിലുള്ള സുന്ദരി ട്രീസ്. മാംഗ്രോവ് ഫോറസ്റ്റിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് വാട്ടർ ബോഡീസ് നീപ്പ് ടൈഡ്സ് ഒക്വർ. നമുക്കറിയാം നീപ്പ് ടൈഡ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴാണ്? ഓക്കെ, വെൻ ദ എർത്ത്, മൂൺ ആൻഡ് സൺ ലൈൻ അപ്പ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, when the sun and moon are on the opposite sides, when there is so much interference by continents, when the sun and moon are at right angles to each other. നമുക്കറിയാം നീപ്പ് ടൈഡ് ഉണ്ടാക്കുന്നത് when the sun and moon are at right angles to each other ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, when the sun and moon are at right angles to each other. ഈ ഡയഗ്രത്തിൽ നമുക്ക് സ്പ്രിംഗ് ടൈഡ് ഫുൾ മൂണിലെയും അതേപോലെ തന്നെ ന്യൂ മൂൺ ഡേയ്സിലെയും കാണാൻ സാധിക്കും. നീപ്പ് ടൈഡ് ഫസ്റ്റ് ക്വാർട്ടർ മൂണിലെയും തേർഡ് ക്വാർട്ടർ മൂണിലെയും കാണാൻ സാധിക്കും. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുമ്പോൾ തന്നെ സൺ, എർത്ത്, മൂൺ ആർ ഇൻ ലൈൻ, സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നതാണ് നമുക്ക് സ്പ്രിംഗ് മൂൺ വരുന്നത്. എന്നാൽ നീപ്പ് ടൈഡ് എന്ന് പറയുമ്പോൾ സൺ ആൻഡ് മൂൺ ആർ ഇൻ റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ വരുന്നതാണ് നീപ്പ് ടൈഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കി വെക്കുക, തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ആൻസർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പിക്ചർ ഹെൽപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ, പൂർവാഞ്ചൽ ഹിമാലയാസ് ഡസ് നോട്ട് കംപ്രൈസ് ഓഫ്. പൂർവാഞ്ചൽ ഹിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സൈഡ്സ് ഓഫ് ഇന്ത്യയിൽ, അവിടെ ഇന്ത്യക്ക് നേപ്പാളിനും ഇടയിൽ ബൗണ്ടറി അറ്റാക്ട് ചെയ്യുന്ന നാച്ചുറൽ ബൗണ്ടറി അറ്റാക്ട് ചെയ്യുന്ന ഹിൽസാണ് പൂർവാഞ്ചൽ ഹിൽസ് എന്നറിയപ്പെടുന്നത്. ഇതിനെ സൗത്ത് ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഈ സൗത്ത് ഈസ്റ്റേൺ ഹിമാലയാസ് അഥവാ പൂർവാഞ്ചൽ ഹിൽസിൽ വരുന്ന ഹിൽസാണ് പത്കായി ബം ഇൻ അരുണാചൽ പ്രദേശ്, നാഗാ ഹിൽസ്, മിസോ ഹിൽസ്, ലുഷായ് ഹിൽസ് എന്നിവയൊക്കെ. അപ്പോൾ ഇത് നാഗാ ഹിൽസ് എന്തായാലും പൂർവാഞ്ചൽ ഹിൽസിൻ്റെ പാർട്ടാണ്. അപ്പോൾ നോട്ട് എ പാർട്ട് എന്ന് പറയുമ്പോൾ ഉത്തരം വരത്തില്ല. പീർ പഞ്ചാൽ റേഞ്ചസ്, മണിപ്പൂർ ഹിൽസ് ആണ്, മിസോ ഹിൽസ് ആണെന്ന് വരത്തില്ല. പീർ പഞ്ചാൽ റേഞ്ചസ്, ഓപ്ഷൻ നോട്ട് എ പാർട്ട് ഓഫ് പൂർവാഞ്ചൽ ഹിൽസ് എന്ന് പറയുന്നത് പീർ പഞ്ചാൽ റേഞ്ചസ് ആണ്. പീർ പഞ്ചാൽ റേഞ്ചസ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലും ജമ്മു ആൻഡ് കാശ്മീരിലുമായിട്ട് കിടക്കുന്ന മിഡിൽ ഹിമാലയാസിൻ്റെ പാർട്ടായിട്ട് വരുന്ന റേഞ്ചസ് ആണ് പീർ പഞ്ചാൽ റേഞ്ചസ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ഈ ചോദ്യത്തിൻ്റെ കറക്റ്റായ ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹിൽസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ ഗട്ട്സിൽ കാണപ്പെടുന്ന ഹിൽസ് ഏതാണ്? നമുക്കറിയാം ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിൽ ഡെക്കൻ പ്ലേറ്റോയുടെ ഈസ്റ്റേൺ സ്ലോപ്പിലായി കാണപ്പെടുന്ന ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള മൗണ്ടൈൻ ചെയിൻസ് ആണ് ഈസ്റ്റേൺ ഗട്ട്സ്. അതിൽ കാണപ്പെടുന്ന ഹിൽസ്, ഇപ്പം നാഗാ ഹിൽസ് നമുക്കറിയാം നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ പൂർവാഞ്ചൽ ഹിൽസിലാണ് നാഗാ ഹിൽസ് കാണപ്പെടുന്നത്. അപ്പോൾ ആൻസർ വരത്തില്ല. ഖാസി ഹിൽസ്, മേഘാലയൻ പ്ലേറ്റോയിലാണ് ഖാസി ഹിൽസ് കാണപ്പെടുന്നത്. ഗാരോ, ഖാസി, ജയന്തിയ ഹിൽസ് കാണപ്പെടുന്നത്. ഷെവറോയ് ഹിൽസ് ആൻഡ് ആനമുടി ഹിൽസ് കാണുന്നത് വെസ്റ്റേൺ ഗട്ട്സിലാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വന്നിരിക്കുന്നത് ഷെവറോയ് ഹിൽസ് ആണ്. തമിഴ്നാടുവിൽ കാണപ്പെടുന്ന ഷെവറോയ് ഹിൽസ് ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമാണ്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്